നമ്മൾ റിസർച്ചിൽ അസസ്മെൻറ്റ് ഫേസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി വരുന്നത് പ്ലാനിങ് ഫേസ്, ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ആൻഡ് ഇവാലുവേഷൻ ഫേസ് ആണ്. അതിൽ പ്ലാനിങ് ഫേസിൽ വരുന്ന ഫസ്റ്റ് വൺ സെലക്ടിങ് എ റിസർച്ച് അപ്രോച്ച്. നമ്മൾ ഒരു റിസർച്ച് അപ്രോച്ച് സെലക്ട് ചെയ്യണം. ഇതിൽ വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, പിന്നെ മിക്സ്ഡ്. ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം ഇനി ബാക്കി ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. പിന്നെ ഇനി സെലക്ടിങ് എ റിസർച്ച് ഡിസൈനാണ് അടുത്തത്. ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുക. ഇതെന്ന് പറയുന്നത് എ പ്ലാൻ ഫോർ ആൻസറിങ് ദി റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് പ്ലാൻ ഫോർ ടെസ്റ്റിംഗ് ദി ഹൈപ്പോത്തസിസ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ വീഡിയോയിൽ എന്താ ഹൈപ്പോത്തസിസ് ടൈപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ ഇതിൽ വരുന്നതാണ് ദി റിസർച്ച് ഡിസൈൻ ക്യാൻ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ആസ് എക്സ്പെരിമെൻ്റൽ ഉണ്ട്, നോൺ എക്സ്പെരിമെൻ്റൽ ഉണ്ട്. ദി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ട്രൂ എക്സ്പെരിമെൻറ്റ്, ക്വാസി എക്സ്പെരിമെൻ്റൽ ആൻഡ് പ്രീ എക്സ്പെരിമെൻ്റൽ. പിന്നെ ഈ നോൺ എക്സ്പെരിമെൻ്റൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സർവേ സ്റ്റഡീസ്, കോറിലേഷൻ സ്റ്റഡീസ്, കമ്പാരിറ്റീവ് സ്റ്റഡീസ്, മെത്തഡോളജിക്കൽ സ്റ്റഡീസ്, അങ്ങനെ. ഇതൊക്കെ ഇനി അടുത്ത ചാപ്റ്റേഴ്സിൽ ഇനി ഡിസ്കസ് ചെയ്യണം കേട്ടോ, വരുന്ന ചാപ്റ്റേഴ്സിൽ. പിന്നെ ഇനി അടുത്തതാണ് ഐഡൻറ്റിഫൈങ് ദി സ്റ്റഡി പോപ്പുലേഷൻ. നമ്മുടെ സ്റ്റഡി പോപ്പുലേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദി റിസർച്ചർ മസ്റ്റ് റെക്കഗ്നൈസ് ദി പോപ്പുലേഷൻ ടു ബി സ്റ്റഡീഡ് ടു ഹൂം അൾട്ടിമേറ്റ്ലി ദി സ്റ്റഡി ഫൈൻഡിങ്സ് വിൽ ബി ജനറേറ്റഡ്. അതായത് നമ്മൾ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോപ്പുലേഷനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്. ദി പോപ്പുലേഷൻ ദി കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഒബ്ജക്റ്റ് ദാറ്റ് പോസസ് സം ഫെമിലിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദി റിസർച്ചർ. അതായത് റിസർച്ചറിൻ്റെ ഇൻട്രസ്റ്റിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഇൻഡിവിജ്വലിൻ്റെ ഒരു ഗ്രൂപ്പ്സ്, ഒബ്ജക്ട്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിസൈനിങ് ദി സാമ്പിളിംഗ് പ്ലാൻ ആണ്. അതായത് നമ്മൾ ഈ ഒരു സാമ്പിളിംഗ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യുക. ഇറ്റ് ഈസ് ദി സെലക്ഷൻ ഓഫ് ദി സാമ്പിളിംഗ് ടെക്നിക്, ദി മെഷർമെൻറ്റ് ഓഫ് സാമ്പിൾ സൈസ് ആൻഡ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ റിക്രൂട്ടിംഗ് ദി സബ്ജക്റ്റ്. അതായത് ഈ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് നമ്മൾ കണ്ടുപിടിക്കുക, സാമ്പിൾ സൈസ് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുക, അതൊക്കെ വരുന്നതാണ്. ഇതും ബാക്കി നമുക്ക് ചാപ്റ്റേഴ്സിൽ നോക്കാം. പിന്നെ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു സ്റ്റഡി ഹോൾ ഓഫ് ദി പോപ്പുലേഷൻ. നമുക്കൊരിക്കലും മുഴുവൻ പോപ്പുലേഷനെ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇപ്പോൾ 2000 പേരാണെങ്കിൽ 2000 പേരും പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു 200 പേരെ സെലക്ട് ചെയ്യും. നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ റിസർച്ച് നടത്തും. പിന്നെ അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് എ ടൂൾ ആൻഡ് ദി പ്രോട്ടോകോൾ ഫോർ കളക്ടിങ് ഡാറ്റ. അടുത്തതാണ് നമ്മളെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസർച്ചിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ അടുത്തത് എത്തിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദി സ്റ്റഡി. നമ്മുടെ റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ട് നടത്തുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു റിസർച്ചിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും അവരെ മുതലെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനെ, ആൾക്കാരുടെ റൈറ്റ്സിനെ, അവകാശങ്ങളെ, അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ ഒന്നും ഒരിക്കലും ലംഘിക്കാൻ പാടില്ല, അവരുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ ഒരു മനുഷ്യന്മാർ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു ചോയ്സും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഈ മനുഷ്യന്മാരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് നമ്മൾ നോക്കണം. പിന്നെ അടുത്തത് കണ്ടക്റ്റിംഗ് പൈലറ്റ് സ്റ്റഡി ആൻഡ് ഫൈനലൈസിങ് ആൻഡ് റിവ്യൂവിങ് ദി റിസർച്ച് പ്ലാൻ. ഈ പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങുവാണെങ്കിൽ, ഇപ്പോഴൊരു കല്യാണത്തിനൊക്കെ പോകുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ട്രയൽ നടത്തുമല്ലോ, അതുപോലെയാണ് നമ്മളൊരു വലിയൊരു റിസർച്ച് നടത്താൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ട്രയൽ നടത്തുന്നതാണ് പൈലറ്റ് സ്റ്റഡി. പിന്നെ അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ഫേസായി. ഇതിൽ നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റയും ഓർഗനൈസേഷൻ ഓഫ് ദി ഡാറ്റ ഫോർ അനാലിസിസും. അതായത് ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഡാറ്റ, ഈ പലതരം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ സാമ്പിൾ, നമ്മുടെ സാമ്പിൾ പോപ്പുലേഷൻ്റെ അടുത്ത് നിന്ന്, നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്ത സാമ്പിളിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യണം. പിന്നെ അതിനുശേഷം ആ കളക്ട് ചെയ്ത ഡാറ്റാസ് അടുത്ത ഓർഗനൈസ് ഫോർ അനാലിസിസ്. അതായത് ഈ ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം ഈ കളക്ട് ചെയ്ത ഡാറ്റാസ്. പിന്നെ അടുത്തത് ഇവാലുവേഷൻ ഫേസാണ്. ഇതിൽ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ ഈ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ച ഡാറ്റ അനാലിസിസ് നടത്തണം, അത് ഇൻ്റർപ്രറ്റ് ചെയ്യണം, എന്താണ് ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അത്. പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ, ഡിസമിനേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ദി ഫൈൻഡിങ്. അതായത് നമ്മൾ കിട്ടിയ ഈ ഒരു റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത ഡാറ്റാസ് മറ്റുള്ള പിയർ ഗ്രൂപ്പ്സായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ അതിനുശേഷം റിപ്പോർട്ട് ഉണ്ടാക്കുക. പിന്നെ അത് യൂട്ടിലൈസ് ചെയ്യുക, ഈ ഒരു ഫൈൻഡിങ്സ് യൂട്ടിലൈസ് ചെയ്യുക ബാക്കി കാര്യങ്ങളിലേക്ക്. സോ ഇതൊക്കെയാണ് ഈ ഒരു ബാക്കി 3 ഫേസുകൾ ഉണ്ടായത്. സോ താങ്ക് യു.